ഞാൻ ഇവിടെ ഒരു പുതിയ കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള ഞാൻ മാത്രമാണ് ഇത് കണ്ടെത്തുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റേതായ രീതിയിൽ ഞാൻ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരാൾ സക്സസ്ഫുൾ ആവുന്നതിന് മുമ്പ് അയാൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. ഞാൻ കണ്ണുകൂടിയിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് ഞാനത് എങ്ങനെയൊക്കെ ആവുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പെർഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇമാജിനേഷൻ വിചാരിക്കും നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇമാജിനേഷൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു വിഷ്വലൈസേഷൻ കാര്യമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സൈക്കോളജി പറയുന്നുണ്ട്. ന്യൂറോ സയൻസോ ഏതൊരു ന്യൂറോ സയൻസ് അല്ല, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ന്യൂറോ സയൻസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് മ്യൂസിക് തെറാപ്പി എന്ന് പറയും. മ്യൂസിക് കേൾക്കുന്നത് നമ്മളെ ഹീൽ ചെയ്യും. വേദനകളിൽ നിന്നൊക്കെ ഒരു ഇമോഷണൽ പെയിൻ എന്നൊക്കെ ഹീൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ സ്ട്രെസ് കുറക്കും എന്ന് പറയുന്നുണ്ട്. ഇത് മൂന്നും കൂട്ടി അങ്ങനെ ഉണ്ടാവും. അതാണ് എൻ്റെ പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ജസ്റ്റ് മിക്സ് ഇറ്റ് 3 things. ഒന്നാമത്തെ കാര്യം എന്താണ്? വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പോലെ തോന്നും. അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം മ്യൂസിക് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സിനെ കുറക്കും, നിങ്ങളുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യും. മൂന്നാമത്തെ കാര്യം നിങ്ങൾ എക്സസൈസ്. ഇത് നിങ്ങളുടെ ബോഡിയെ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉള്ളതാക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിനെ ഞാൻ ഇടുന്ന പേരാണ് ഡാൻസ് സ്ട്രീമിങ് വിത്ത് മ്യൂസിക്. അതായത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന ഒരു ഏകദേശം 4 വർഷത്തോളം ഞാനിത് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഒരു ബാഡ് ഹാബിറ്റായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ചെയ്തിരിക്കും മടുത്തു. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ നല്ല രീതിക്കും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ബുക്ക് ഞാനിപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ആ ഒരു ബുക്ക് ഇവിടെ വന്ന് കൊടുന്ന് വെക്കേണ്ടി വരും. പക്ഷേ ആ ബുക്ക് ഞാൻ അവിടെ കൊടുന്ന് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബുക്കിൻ്റെ പേരെന്ന് വെച്ച് ഓർമ്മയില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതപ്പോൾ വേണമെന്ന് പറഞ്ഞ് നോക്കാം, ചിലപ്പോൾ ഓർമ്മ കിട്ടിയേക്കാം. ദ മോങ്ക് വിത്ത് ഫിറാരി അങ്ങനെ എന്തെങ്കിലും ഒരു ബുക്കാണ്. അതിലെ കഥാപാത്രം ജൂലിയനാണ്. അതിൻ്റെ ആ ഒരു ബുക്കിൻ്റെ കവറിൽ ഒരു സന്യാസി ഇങ്ങനെ ഒരു പാറമ്മ നിൽക്കുന്നതാണ്. അതിൻ്റെ ലാസ്റ്റ് ഒരു ഫെരാരി എന്നാണ്. ഞങ്ങൾക്ക് ഓർമ്മയില്ല അത്. സോ ആ ഒരു ബുക്ക് ഉണ്ട്. ആ ഒരു ബുക്കിൽ ജൂലിയനെ കുറിച്ചിട്ടും അയാളൊരു നല്ല വക്കീലായിരുന്നു. അവസാനം അയാളുടെ ആ ഒരു ലൈഫ് എങ്ങനെ മാറി എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അതിലൊരു പോയിൻ്റാണ്. നമുക്ക് ചില സമയത്ത് നമ്മൾ എക്സ്ട്രോഡിനറി അതായത് അസാധാരണമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ ഉള്ളിൽ എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും, ബേൺ ഔട്ട് അടിക്കും. അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയാം. പക്ഷേ ഇത് ഡേഞ്ചറാണ്. ഇത് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യ ഘട്ടത്തിൽ മനസ്സിലായത്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ലൈക്ക് ഒരു ഗ്ലൂക്കോസ് കൂടിയാണ്. അതായത് നമ്മൾ മണ്ടുന്ന സമയത്ത് ഇത് നമ്മൾ ഇതില്ല. അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് ഗ്ലൂക്കോസ് വേണമെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. കാരണം നമുക്ക് ഗ്ലൂക്കോസ് പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ട് കണ്ട് ഗ്ലൂക്കോസ് പെട്ടെന്ന് കഴിയുന്നുണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്യൂവൽ, നമുക്കൊരു ഇന്ധനം ഉണ്ട്, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. ഡോപ്പമിൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് മടുക്കാത്ത എന്തുകൊണ്ടാണ് അറിയാം. എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ മടുക്കാത്തത് എനിക്ക് ഇതിന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, ഒരു ഡോപ്പമിൻ ഉണ്ട്. സോ ആ ഒരു ഡോപ്പമിന് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ആൾക്കാരെ അങ്ങനെ മടുക്കണേ? അതെന്തുകൊണ്ട് നമുക്ക് ഡോപ്പമിൻ അയാളിൽ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ഡോപ്പമിൻ അങ്ങനെയൊക്കെ കുറഞ്ഞു വരും. എക്സൈറ്റ്മെൻറ്റ് ആ ഒരു തോര അങ്ങനെയൊക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം അതിലൊരുപാട് കാലം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇത് നഷ്ടപ്പെടും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടും, ആ ഒരു ഇന്ധനം ഫ്യൂവൽ നഷ്ടപ്പെടും, ഇൻട്രസ്റ്റ് പോകും. ഇത് കാരണം തന്നെ നമുക്ക് ബേൺ ഔട്ട് അടിക്കും, ഉള്ളിൽ ഫീൽ എംപ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ ഇതിനെങ്ങനെ മറികടക്കാം? ഇതിൻ്റെ ഒരു ബേസിക് ട്രിക്ക് അല്ലെങ്കിൽ ഐഡിയ ആയിട്ടാണ് ഇപ്പോൾ ഞാനാണ് ഈ ഒരു 3 കാര്യങ്ങളും കോമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ 3 കാര്യം മിക്സ് ചെയ്തിട്ട് ഞാനാണ് ഇപ്പോൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു തിയറി ആയിട്ടൊന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനെ ഞാൻ വിളിക്കുന്ന പേര് ഡാൻസ് സ്ട്രീമിങ് വിത്ത് മ്യൂസിക് എന്നാണ്. എന്താണ് ഇതുകൊണ്ടുള്ള ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ 3 കാര്യങ്ങൾ കമ്പൈൻ ചെയ്യണം. ഒന്നാമത്തെ വിഷ്വലൈസേഷൻ, രണ്ടാമത്തെ മ്യൂസിക്, മൂന്നാമത്തെ എക്സർസൈസ്. ഇത് 3 കോമ്പിനേഷൻ ചെയ്തിട്ടാണ് ഈ കാര്യത്തെ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം വിഷ്വലൈസേഷൻ. എന്നാൽ ഞാനത് ഇപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഫോണിലൊരു മ്യൂസിക് ഇടുക. ഏത് മ്യൂസിക് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തു. സ്ലാവ ഫങ്ക് എടുക്കാം, പിന്നെ വേറെ ഗോത എടുക്കാം. ഒരുപാട് മ്യൂസിക്സ് ഉണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പല രീതിയിലുണ്ട് മ്യൂസിക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് നിങ്ങൾ എടുക്കുക. ആഫ്റ്റർ നിങ്ങൾ ചെയ്യേണ്ട കാരണം വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഒരു ഗ്രൗണ്ടിൽ, അതായത് നിങ്ങൾ നീച്ച് നിൽക്കുക അവിടെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയുമോ,
ഫോൺ ഇതാ ഇങ്ങനെ പിടിക്കുക. അത് ഫോണിൽ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പാട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സൗണ്ട് വരുന്ന ഒരു ഭാഗമല്ലോ, അത് ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കുന്ന രീതിയിലാക്കുക. അതിങ്ങനെ പിടിക്കുക. അതെങ്ങനെ പിടിച്ചാലും സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യണം. എങ്ങനെ ഇമാജിൻ ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഭാവിയിൽ ഒരു ബിസിനസ് മാൻ ആവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ നല്ല രീതിക്ക് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു 13 വയസ്സായുള്ള ആ ഒരു കുട്ടീനെ തന്നെ എടുക്കാം. അവൻ നന്നായിട്ട് ഫിസിക്സ് പഠിക്കുകയാണ്. അങ്ങനെ ഫിസിക്സിൽ അവന് വലിയ മോട്ടിവേഷൻ ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. പഠിച്ച് അവനിങ്ങനെ അല്ലെങ്കിൽ നല്ല രീതിക്കാണ് അതിൽ വർക്ക് ചെയ്തു. മണിക്കൂറുകളാണ് അതിൽ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ പോയ സമയത്ത് അവസാനം അവനൊരു എംപ്റ്റിനെസ് തോന്നി, അല്ലെങ്കിൽ അവൻ ഭയങ്കര ടയേർഡായി. ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈക്ക് ആ ഫോൺ ഇങ്ങനെ പിടിക്കുക, ആ ഒരു മ്യൂസിക് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മൾ ഈ ഫിസിക്സ് വെച്ചിട്ട് വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ വലിയ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ ആൾക്കാരോട് ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നതും, അതുപോലെ തന്നെ നമ്മൾ ആ ഫിസിക്സ് വെച്ചിട്ട് ലോകം മാറ്റുന്നതും. നമുക്ക് ഇമാജിനേഷൻ അതിരുകളിൽ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുക. ആ ഫിസിക്സ് കാരണം നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്തിട്ട് ആൾക്കാരെ നമ്മളെ മുന്നിൽ ചിരിക്കുന്നതും, നമ്മൾ ആ ഫിസിക്സ് വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കുന്നതും, ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ പാവപ്പെട്ട ആൾക്ക് കൊടുക്കുമ്പോൾ സമയത്ത് ഏത് ഇമോഷനാണ് ഉണ്ടാവുക, അത് നമ്മളെ മനസ്സ് വിചാരിക്കും, ഓ ഇവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻ നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഹാപ്പി ആവും. നമുക്ക് ഇഷ്ടം പോലെ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആൾക്കാരുടെ മുന്നിൽ പവറായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹാപ്പിനെസ്, ഈ ഇത് കൊടുക്കുന്ന സമയത്ത്, അതായത് ആ ഒരു പാവപ്പെട്ട ആൾ കൊടുക്കുന്ന ഹാപ്പിനെസ്, ഇങ്ങനെ പല ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇമാജിൻ ചെയ്യണം. സോ ഇത് 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് ഇത്രയൊക്കെ പറ്റുള്ളൂ. കൂടുതലായിട്ട് ചെയ്യരുതേ പണി പാടും. അതേ ഞാൻ പറയുള്ളൂ. ഇതിന് ലിമിറ്റൊന്നുമില്ല. പക്ഷെ ഇത് അധികം ആക്കരുത്. അധികമായ അമൃതവും വിഷയമാണ്. അപ്പോൾ അത് അധികം ആക്കരുത്, അത് കുറച്ച് ചെയ്യാം. പിന്നെ ഈ പാട്ട് കേട്ട് വെറും ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യണം, മൂന്നാമത്തെ കാര്യമാണ് എക്സസൈസ്. അത് നമ്മൾ ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ ബോഡി വെൽഡ് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ കാലുകൊണ്ട് ഇതാ ഇവിടെ അങ്ങനെ എങ്ങനെ ഇപ്പോൾ കാണിക്കാം. ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓടി കളിക്കുക. അതായത് ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പം ഞാൻ കാണിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളിങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ഓടുക, അതായത് ഒരു റൗണ്ട് നമ്മൾ ജസ്റ്റ് ഞാൻ പറയാം മാരത്തോൺ ഓടുന്ന പോലെ ഓടാൻ നിൽക്കരുത്. ജസ്റ്റ് ലൈക്ക് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ജോഗിങ് ചെയ്യണ പോലെ മണ്ടുക, എന്നിട്ട് കറങ്ങി മണ്ടുക. അത് ഇമാജിൻ ചെയ്യുക. നമ്മൾ ആ ഒരു കാര്യം ചെയ്യണൊക്കെ ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ചെയ്യും. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ നാളെ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൻ്റെ ഷോർട്സിലിടാം. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ജീനിയസ് ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് കണക്കൂട്ടാം, അല്ലെങ്കിൽ ഇതൊരു പൊട്ടത്തരായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രാന്തായിട്ടോ കണക്കൂട്ടും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബേൺ ഔട്ട് അടിക്കുന്ന സമയത്ത്, അതായത് ബേൺ ഔട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റും. അതായത് എനർജിയൊക്കെ പോയി ടയർഡ് അയക്കുന്ന സമയത്ത്, ഒരു ഇന്ധനമില്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു ഐഡിയ പക്കായിട്ട് യൂസ് ചെയ്യും. മ്യൂസിക്, അതുപോലെ എക്സർസൈസ് പ്ലസ് വിഷ്വലൈസേഷൻ, ഇത് മൂന്നും ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എല്ലാ ഇന്ധനവും തിരിച്ചു കിട്ടും. പക്ഷേ പെട്ടെന്ന് എനിക്ക് എൻ്റെ പഠനത്തിലേക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും തിരിച്ചു പോകാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വിൽ പവറും കൂടി യൂസ് ചെയ്യണം, എന്നിട്ട് തിരിച്ച് പഠനത്തിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇന്ധനം എന്തായാലും ഉണ്ടാവും, ആ ഒരു എംപ്റ്റിനെസ് പോയി കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വീണ്ടും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനാണിപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നത് 3 കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട്. ഞാൻ പറയുന്നത് ഇതിന് മുന്നേ കുറേ ആൾക്കാർ അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ഈ 3 കാര്യങ്ങളും മിക്സ് ആക്കിയിട്ട് പറയുന്നത് ഞാനായിരിക്കും. ദാറ്റ്സ് ഫൈൻ. താങ്ക് യു ഫോർ ലിസണിങ് മൈ വീഡിയോ. അപ്പോൾ മറക്കണ്ട, പാഷൻ സബ്ജക്റ്റ്. ഓക്കെ.